ഈയൊരു വിപുലമായ യുദ്ധം, ഇന്ത്യയുടെ പണം, സൈനിക ശക്തി, ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായി. നമ്മൾ വിജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ നമുക്ക് ഒരുപാട് സൈനികർ വീരമൃത്യു വരിച്ചു. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇതിനായി ഉപയോഗിച്ചു. മാത്രമല്ല ഈ 93,000 സൈനികരെ പാക് സൈനികരെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുത്ത് അവരെ, എനിക്ക് തോന്നുന്നു 1974 തോന്നുന്നു ഏറ്റവും അവസാനത്തെ, ഏറ്റവും അവസാനം നിയാസിയാണ് ഏറ്റവും അവസാനം പോയത് എന്ന് വായിച്ചിട്ട്. അപ്പോൾ അത്രയും വർഷം അത്രയും പേരെ നമ്മൾ പാർപ്പിച്ചു. നമ്മുടെ മനുഷ്യത്വപരമായ എല്ലാ കാര്യങ്ങളും ജനീവ കൺവെൻഷൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു. നമ്മൾ പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ആത്യന്തികമായി നേടിയത് എന്നൊരു ചോദ്യം അവിടെ വന്നാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഒറ്റ വാക്കിൽ ഉത്തരം പറയട്ടെ, എ ബിഗ് സീറോ. എ ബിഗ് സീറോ. ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഡെമോക്രസി, ഫ്രീഡം, സെക്യുലറിസം ഇതൊക്കെ മനസ്സിൽ വെച്ച് ഇതെല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബംഗ്ലാദേശിൽ ഇടപെട്ടത്. ഏകദേശം 4,000 എക്സാക്ട് ഫിഗർ ആർക്കും അറിയില്ല, പലരും പല ഫിഗേഴ്സ് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് 3,900, ചിലർ പറയുന്നത് 5,000. ഇന്ത്യൻ ആം ഫോഴ്സസിൻ്റെ കണക്ക് അത് വേറൊന്നാണ്. ഒട്ടേറെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു, ഒട്ടേറെ ജവാന്മാർ ഇഞ്ചേർഡായി, പെർമനൻ്റ്ലി ഇൻകാപ്പസിറ്റേറ്റഡായി. ഇതെല്ലാം സംഭവിച്ചു. ഏകദേശം 15,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ നമ്മൾ പിടിച്ചെടുത്തു. ഇതൊക്കെ ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ദേ ഗേവ് അവേ എവ്രിതിങ്. 1972 ജൂലൈ മാസം 8-ാം തീയതിയാണ് തോന്നുന്നു ഷിംല എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ഷിംല എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് പാകിസ്ഥാനത്തെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ജുൽഫിക്കർ അലി ഭൂട്ടും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും കൂടിയാണ്. ഷിംല എഗ്രിമെൻറ്റ് വാസ് എ ബിഗ് ലെറ്റ് ഡൗൺ. അത് നമ്മളുടെ പ്രത്യേകിച്ച് സോൾജേഴ്സിൻ്റെ മുഖത്തടിച്ച വലിയ ഒരു അടിയായിരുന്നു. വജത് ഷിംല എഗ്രിമെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട ക്ലോസ്, ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് ബൈലേറ്ററലി, അതായത് നമ്മൾ രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ അത് സോൾവ് ചെയ്യണം. വേറെയുള്ള ഒരു എക്സ്റ്റേണൽ പവേഴ്സിനും നമ്മുടെ ആന്തരിക കാര്യങ്ങളിൽ, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ രണ്ട് രാഷ്ട്രങ്ങളും സംഭവിക്കില്ല. അതായത് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻഷിപ്പിൽ. പിന്നെ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന സീസ് ഫയർ ലൈനെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ ആയിട്ട് അംഗീകരിക്കുക എന്നുള്ളത്, അതായിരുന്നു അതിലെ പ്രൈമറി ക്ലോസ്. പാക് പ്രസിഡൻസ് ഓഫ് വാറിനെ റിലീസ് ചെയ്യുക, റൈറ്റ്, പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കുക. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജമ്മു കാശ്മീരിൽ ആര് എത്ര സ്ഥലം പിടിച്ചെടുത്തോ കൈവശം വെച്ചോ അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. സോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏതെല്ലാം സ്ഥലങ്ങൾ പിടിച്ചെടുത്തോ അത് തിരിച്ചു കൊടുക്കുക. നമ്മളവരുടെ സ്ഥലം എവിടെ പിടിച്ചെടുത്തത്? നമ്മൾ അവരുടെ സ്ഥലം പിടിച്ചെടുത്ത പ്രൈമറിലി പഞ്ചാബിൽ ആണ്. ആ പഞ്ചാബിൽ നമ്മൾ തിരിച്ചെടുത്ത സ്ഥലം എൻറ്റയർലി അവർക്ക് തിരിച്ചു കൊടുക്കാനുണ്ടായത്. ഈ ഷിംല എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ഈ യുദ്ധം വിജയിപ്പിച്ച ആം ഫോഴ്സസിലെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ്, ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ്, ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് എന്ന് തുടങ്ങിയ ഒരാളായിട്ടും യാതൊരു വിധത്തിലുള്ള കൺസൾട്ടേഷനും ഉണ്ടായിട്ടില്ല. വജത് കുറേ ബ്യൂറോക്രാറ്റ്സ്, കുറച്ച് പൊളിറ്റീഷ്യൻസ്, പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഇവരെല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ച കാര്യങ്ങളാണ്. അന്ന് നമുക്ക് പാകിസ്ഥാനെ
പാകിസ്ഥാൻ ഓൾറെഡി മുട്ടുകുത്തിരിക്കുകയായിരുന്നു വായിച്ച്. പാകിസ്ഥാനെ നമുക്ക് അന്ന് ശരിക്കും ഒന്നുകൂടെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യിക്കുകയായിരുന്നു. കാരണം അവരുടെ 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ നമ്മുടെ അടുത്താണ്. നമുക്ക് അവരോട് പറയായിരുന്നു, പാകിസ്ഥാനികളോട്, സീസ് ഫയർ ലൈനിനെ ലൈൻ ഓഫ് കൺട്രോൾ ആയിട്ടല്ല കൺവേർട്ട് ചെയ്യേണ്ടത്, അതിനെ ഇൻ്റർനാഷണൽ ബോർഡറായിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, ഹാജിപീർ പാസ്, പീർ പഞ്ചാൽ ഏരിയ കംപ്ലീറ്റ്ലി വെക്കേറ്റ് ചെയ്യണം. നമ്പർ 3, ആസാദ് കാശ്മീർ എന്ന് അവർ പറയുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ കംപ്ലീറ്റ്ലി വിട്ടുപോകണം. 4-മത്തെ കാര്യം, വാർ ക്രൈമിനായിട്ട് പാകിസ്ഥാനിലത്തെ ജനറൽസിനെ അക്കൗണ്ടബിൾ ആക്കണം. അവരെ ഇൻ്റർനാഷണൽ നിയമപ്രകാരം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. മറ്റൊരു കാര്യം നമുക്ക് അവരോട് പറയായിരുന്നു, ഈ യുദ്ധം നിങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്, അതിന് നിങ്ങൾ കമ്പൻസേഷൻ തരണം. യു ഷുഡ് ഗിവ് us so many billions of dollars or rupees. നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നു? യാതൊന്നും തന്നെ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഭൂട്ടോ അദ്ദേഹത്തിൻ്റെ പുത്രി ബാനസീർ ഭൂട്ടോൻ്റെ കൂടെയാണ് ഷിംലയിലേക്ക് വന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പുത്രികളില്ല, അവർക്ക് 2 ആൺമക്കളാണല്ലോ ഉള്ളത്. പറയപ്പെടുന്നത്, ഞാൻ കണ്ടിട്ടില്ല, ബേനസീർ ഭൂട്ടോ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കാല് തൊട്ട് വന്നിക്കുകയായിരുന്നു. അതോടുകൂടി ശ്രീമതി ഇന്ദിരാഗാന്ധി ഭൂട്ടൻ്റെ വെട്ടിൽ വീണു. പിന്നെ അയാൾ എന്തൊക്കെ ആവശ്യപ്പെട്ടു, അതെല്ലാം ഒരു കമ്മിറ്റ്മെൻറ്റും ഭൂട്ടോ കൊടുത്തില്ല. അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, തീരുമാനങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ അസംബ്ലിയിൽ ഡിസ്കസ് ചെയ്യണം, അത് കാരണം നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, ഈ അഗ്രിമെൻറ്റ് നമുക്ക് സൈൻ ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഉണ്ടല്ലോ, നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പരിഹരിക്കാം. ഷിംല അഗ്രിമെൻറ്റുള്ള യാതൊരു വിധത്തിലുള്ള ക്ലോസസും അവർ പിന്നീട് അംഗീകരിക്കേണ്ടായില്ല. അതിനുശേഷം കാർഗിൽ യുദ്ധം ഉണ്ടായി, പാർലമെൻറ്റ് ആക്രമിച്ചവർ, പട്ടാൻകോട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കി, ഉറിയിൽ ആക്രമിച്ചു, പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യേണ്ടായി വന്നു. സോ പാകിസ്ഥാൻ achieved everything that they wanted post the war. Okay? And they lost nothing. ഇനി യുദ്ധം കഴിഞ്ഞു. ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഈ ഷിംല അഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റ്സിനും ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസിനും പട്ടാളക്കാരോട് എന്തോ ഒരു ശത്രുത തോന്നുമായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അപ്പോഴത്തേനും ആൾക്കാർ ആകാശത്തിൽ കൊണ്ടുവച്ച് വയ്ക്കായിരുന്നു. വാനോളം പുകഴ്ത്താന്ന് പറയില്ലേ. എന്തിനേറെ പറയുന്നു, അന്നത്തെ ഏറ്റവും ബഹുമാന്യനായ അടൽ ബിഹാരി വാജ്പേയി ജി, അദ്ദേഹം പറഞ്ഞു, ഇന്ദിരാഗാന്ധി ദുർഗാദേവിയുടെ അവതാരമാണ്. കമലവതി ത്രിപതി പറഞ്ഞു, ഇന്ദിര ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഇതൊക്കെ ഈ ഷിംല അഗ്രിമെൻറ്റിന് മുമ്പാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ആരെയും കൺസൾട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി പട്ടാളക്കാർക്ക് എന്ത് സംഭവിച്ചു? ഷിംല അഗ്രിമെൻറ്റിൽ നമ്മൾ 93,000 പ്രിസണേഴ്സ് ഓഫ് വാറിനെ റീപാട്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രിസണേഴ്സ് ഓഫ് വാറിനെ പറ്റി ആരും ചോദിച്ചില്ല. അന്ന് നല്ല ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല.
ആ 84 100 100 ചില്ലാനോ പട്ടാളക്കാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ, അവരെവിടെയാണ്, പാകിസ്ഥാൻ ജയിലിലാണോ എന്ന് ഒരാൾക്കും അറിയില്ല രാജ്യത്ത്. അവരുടെ കുടുംബത്തോടൊന്നും അവരെല്ലാവരും അന്വേഷിച്ചു, പലതവണ അന്വേഷിച്ചു. ഒരാളും ഒരു മറുപടിയും അവർക്ക് കൊടുത്തതായിട്ട് അറിവില്ല. 1973 ഒരു പേ കമ്മീഷൻ വന്നു. ഈ പേ കമ്മീഷൻ ഇന്ത്യൻ ആർമി ഫോഴ്സസിൻ്റെ വയറ്റിൽ ഒരു കിക്കായിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ് എ കിക്ക് ഓൺ ദി സ്റ്റൊമക്ക് ഓഫ് ദി ഇന്ത്യൻ ആർം ഫോഴ്സസ്. അതിനു മുമ്പ് സോൾജിയേഴ്സിൻ്റെ പെൻഷൻ അവരുടെ ബേസിക് പേയുടെ 70% ആയിരുന്നു. ഓഫീസേഴ്സിൻ്റെ 50%. സിവിലിയൻസിൻ്റെ പെൻഷൻ 30% ആയിരുന്നു. തേർഡ് പേ കമ്മീഷൻ വന്നപ്പോൾ സോൾജിയേഴ്സിൻ്റെ പെൻഷൻ 70 നിന്ന് 50% ആക്കി. സിവിലിയൻസിൻ്റെ പെൻഷൻ 30 നിന്ന് 50% ആക്കി. മാത്രമല്ല 33 വർഷം സർവീസ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് 100% പെൻഷൻ കിട്ടുള്ളൂ. ഇതാരെ ബാധിക്കുക? ഇത് ആം ഫോഴ്സസിന് മാത്രമേ ബാധിക്കുന്നുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് ഒരു ഇന്നത്തെ കേസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 60 വയസ്സിലാണ് ഒരാൾ റിട്ടയർ ആവുക. സോ 27 വയസ്സിൽ ജോലി കയറിയ ഒരാൾക്ക് ഫുൾ പെൻഷൻ കിട്ടും. പക്ഷേ ഒരു സോൾജിയർ, ഒരു ജവാൻ സാധാരണ എത്ര വർഷം സർവീസ് ചെയ്യും? 15 വർഷം, 17 വർഷം, 20 വർഷം, ഇനി മാക്സിമം 24 വർഷം. ഈ ക്ലോസ് പ്രകാരം, അതായത് തേർഡ് കമ്മീഷൻ്റെ ക്ലോസ് പ്രകാരം 33 വർഷം സർവീസ് ചെയ്താൽ മാത്രമേ ഫുൾ പെൻഷൻ കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം എത്ര വർഷം സർവീസ് ചെയ്തു അതിൻ്റെ അനുപാതത്തിൽ മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ഒരു സോൾജിയറുടെ പെൻഷൻ 10,000 രൂപയാണെന്ന് വിചാരിക്കട്ടെ. ഈ 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ 17 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം വീട്ടിൽ പോകുമ്പോൾ ഇയാൾക്ക് കിട്ടുന്നത് പെൻഷൻ 10,000 മൾട്ടിപ്ലൈഡ് ബൈ 17 ഡിവൈഡ് ബൈ 33 ആണ്. അതായത് പകുതി. സാധാരണ അയാൾക്ക് കിട്ടേണ്ട പെൻഷൻ്റെ പകുതി മാത്രമേ കിട്ടുള്ളൂ. ആസ് ഇറ്റ് ഈസ് ബേസിക് പേയുടെ 50% ആക്കി. ആദ്യം അയാളുടെ ബേസിക് പേ 20,000 രൂപയാണെങ്കിൽ അയാൾക്ക് 14,000 രൂപ പെൻഷൻ കിട്ടണ്ടേ 70% ആണെങ്കിൽ. അതിനെ ഇവർ 50% ആക്കിയപ്പോൾ അത് 10,000 രൂപയായി. ഈ 10,000 രൂപ ഇയാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയാൾ 33 വർഷം സർവീസ് ചെയ്യണം. 33 വർഷം സർവീസ് ചെയ്തിട്ടില്ലാതെ 17 വർഷം സർവീസ് ചെയ്തിട്ട് വീട്ടിൽ പോവുകയാണെങ്കിൽ 10,000-നെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 33 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5,000 രൂപയാണ് പെൻഷൻ കിട്ടുക. സോ ആക്ച്വലി ഹൗ മച്ച് വാസ് ഹി ഗെറ്റിംഗ്? സോ ജസ്റ്റ് ഇമാജിൻ. അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങളും പരിപാടിയൊക്കെ ഉണ്ടായപ്പോൾ ഇവർ പറഞ്ഞു, ഓക്കെ 33 വർഷം ഫുള്ളി സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല, 28 വർഷം സർവീസ് ചെയ്യണം. 28 വർഷം സർവീസ് ചെയ്താൽ നിങ്ങൾക്ക് 33 വർഷത്തെ സർവീസ് കിട്ടും. ഇനി 17 വർഷം സർവീസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5 വർഷത്തെ ബോണസ് കിട്ടും. ബോണസ് ഇയേഴ്സ്, 5 വർഷം ബോണസ് ഇയേഴ്സായിട്ട്. അപ്പോഴും 10,000 രൂപ പെൻഷനുള്ള ഒരാൾക്ക് കിട്ടുന്നത് 10,000 മൾട്ടിപ്ലൈഡ് ബൈ 22 ഡിവൈഡഡ് ബൈ 33. അപ്പോഴും ഒരു 10,000 രൂപ പെൻഷൻ കിട്ടേണ്ട ഒരാൾക്ക് കിട്ടുന്ന 6,667 രൂപയാണ്. വൺ റാങ്ക് വൺ പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു സ്കീം ഈ പേ കമ്മീഷൻ ഇംപ്ലിമെൻ്റ് ആവുന്നത് വരെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഡൺ അവേ വിത്ത്. പിന്നീട് കോൺഗ്രസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു, യാതൊന്നും ചെയ്തില്ല. BJP ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് 2014 ഈ വൺ റാങ്ക് വൺ പെൻഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പട്ടാളക്കാരെ, ജവാന്മാരെ, അതായത് സാധാരണ ജനറൽ ഡ്യൂട്ടി സോൾജിയേഴ്സിൻ്റെ സ്റ്റാറ്റസ് ഒരു 4th ഗ്രേഡ് ഗവൺമെൻറ് എംപ്ലോയിയുടെ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് ഹൂസ് എ 4th ഗ്രേഡ് എംപ്ലോയി? സാധാരണ കൺസർവൻസി സ്റ്റാഫ്, സഫായി വാല, യു സി, വെയിറ്റേഴ്സ്, കുക്സ്, ആ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നു.
ഒരു ഇന്ത്യൻ ആർമിയിലെ ട്രെയിൻഡ് സോൾജിയറുടെ സ്റ്റാറ്റസ്. സോ ഇതൊരു ഭയങ്കര സ്ലേപ്പായിരുന്നു ഇന്ത്യൻ ആം ഫോഴ്സസിൻ്റെ. യുദ്ധം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്നത്തെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ജനറൽ SHFJ മാനിക്ഷയെ ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോട്ട് ചെയ്തു. രാഷ്ട്രം മുഴുവനും ഒരുപാട് സന്തോഷിച്ചു. ബട്ട് ഇറ്റ് വാസ് എ ട്രാപ്പ്. വായിച്ചത് അതൊരു ട്രാപ്പായിരുന്നു. കാരണം ഇദ്ദേഹം റിട്ടയറായി, ജനറൽ റിട്ടയർ ആവുകയാണ്. ഫീൽഡ് മാർഷലിൻ്റെ സർവീസ് ലൈഫ് ടൈമാണ്. ദ ഹോൾ ലൈഫ് ഹി റിമെയിൻസ് എ ഫീൽഡ് മാർഷൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫീൽഡ് മാർഷലിൻ്റെ ശമ്പളം കിട്ടണം. ഇദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ എൻടൈറ്റിൽഡ് ആയുള്ള ഫീൽഡ് മാർഷലിൻ്റെ സാലറി കൊടുത്തില്ല വായിച്ചത്. കാരണം ഷിംല എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. ഇതൊരു സെൽ ഔട്ട് ആണെന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനാണ് ജനറൽ SHFJ മാനിക്ഷ. അപ്പോൾ ഇന്ദിര ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ദുർഗ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ജനറൽ പറയാണ് യു ഹാവ് ലോസ്റ്റ് എവറിത്തിങ്. അതിനുള്ള ഒരു തിരിച്ചടിയായിരുന്നു അവർ ചെയ്തത്. അദ്ദേഹത്തിന് ഒരു ജനറലിൻ്റെ പെൻഷൻ കിട്ടണമല്ലോ, ആ പെൻഷൻ അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഫീൽഡ് മാർഷലിൻ്റെ ശമ്പളം കൊടുത്തില്ല. പിന്നീട് നമ്മുടെ പ്രസിഡൻറ്റ് ശ്രീ APJ അബ്ദുൽ കലാം ഫീൽഡ് മാർഷൽ മാനിക്ഷ വെല്ലിംഗ്ടണിലെ ഹോസ്പിറ്റലിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യേണ്ടായി. അവിടെ വന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം ഫീൽഡ് മാർഷൽ മാനിക്ഷയെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, പോകുന്ന സമയത്ത് ചോദിച്ചു എനിത്തിങ് ഫോർ മീ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർ ഐ ഹാവ് എ റിക്വസ്റ്റ്. എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം കാര്യം പറഞ്ഞു, സർ എനിക്ക് ഇന്നേ വരെ, ഞാനൊരു ഫീൽഡ് മാർഷൽ ആണെങ്കിലും എനിക്ക് ഇന്നേ വരെ എൻ്റെ സാലറി കിട്ടിയിട്ടില്ല. ദ പ്രസിഡന്റ് ഗോട്ട് എ ഷോക്ക്. പ്രസിഡന്റ് ചോദിച്ചു, ആർ യു സീരിയസ് അബൌട്ട് ഇറ്റ്? ഇദ്ദേഹം മെല്ലെ പറഞ്ഞു, യെസ് സർ. പ്രസിഡന്റ് തിരിച്ചുപോയി. മൂന്നാമത്തെ ദിവസം 1,30,00,000 രൂപയായിട്ടുള്ള ഒരു ചെക്ക് ഫീൽഡ് മാർഷലിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ആ എമൗണ്ട് ഇന്ത്യൻ ആർമിക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്. ഇന്ത്യൻ ആർമിക്ക് കൊടുത്തു, വെൽഫെയർ ഫണ്ടിലേക്ക് തിരിച്ചു കൊടുത്തു. ഓക്കെ. ഫീൽഡ് മാർഷൽ മാനിക്ഷ മരിച്ചപ്പോൾ, ഫീൽഡ് മാർഷലാണ്, ഒരൊറ്റ ജനറലിൽ പോലും വായിച്ചത് ആർമി ചീഫ്, എയർ ചീഫ്, നേവൽ ചീഫ്, ഇനി അവരില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വൈസ് ചീഫ്സ്, ഒരു ജനറലിൽ പോലും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് റൈറ്റ്സിൽ പങ്കെടുത്തില്ല. ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും പങ്കെടുത്തില്ല. ആ കൂടെ പങ്കെടുത്തത് ഒരേ ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റാണ്. 1971 പ്രശസ്തമായ വിജയത്തിന് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്ത്യൻ ആർംഡ് ഫോഴ്സസിന് കൊടുത്ത ആ അംഗീകാരമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇതൊന്നും ഇന്ത്യൻ ആർംഡ് ഫോഴ്സസ് മറന്നിട്ടില്ല, മറക്കില്ല. പക്ഷേ ഇന്ത്യൻ ആർംഡ് ഫോഴ്സസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഈസ് നോട്ട് ടു എനി ഇൻഡിവിജ്വൽ ഓർ എനി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അത് രാഷ്ട്രത്തോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് വായിച്ചത്. ഏതൊരു സോൾജറും എപ്പോഴും പറഞ്ഞ് ശബ്ദം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ ജീവിക്കുന്നത് അത് 3 കാര്യങ്ങൾക്കാണ്. നാം, നമക്, നിഷാൻ. നാം എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പേരാണ്, റെജിമെൻറ്റിൻ്റെ അന്തസ്സ്.
യൂണിഫോമിൻ്റെ അഡ്രസ്സ്, നമ്മൾ ധരിക്കുന്ന ക്യാപ്പിൻ്റെ അഡ്രസ്സ്. നമക് നമ്മൾ മലയാളത്തിൽ പറയല്ലോ ഉണ്ട ചോറിന് ഉചിതം ഒന്ന്. നിഷാൻ എന്ന് പറയുന്നത് ആ ഫ്ലാഗ്, നമ്മൾ ആ ഫ്ലാഗിനെയാണ് ആദരിക്കുന്നത്, ദ നാഷണൽ ഫ്ലാഗ്. സോൾജർ ലിവ്സ് ഫോർ ഭാരത് മാത, സോൾജർ ലിവ്സ് ഫോർ ദ ഭാരത്. അതാണ് ഒരു സോൾജറുടെ കമ്മിറ്റ്മെൻറ്റ്. അല്ലാതെ ഇവർ ഈ തരുന്ന ഈ നിസ്സാരമായിട്ടുള്ള, ഇപ്പോൾ പെൻഷനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു സോൾജർക്ക് അവരുടെ ആ ത്യാഗത്തിനും സാക്രിഫൈസിനുമായിട്ട് എന്താ കിട്ടുന്നത്? ഈ കഴിഞ്ഞ ബജറ്റിൽ ഈ സോൾജേഴ്സിന് മറ്റൊരു സ്ലാബ് കിട്ടി. അത് പലരും ശ്രദ്ധിച്ചിട്ടില്ല. ആ സ്ലാബ് എന്താണെന്നറിയോ? ഇന്ത്യൻ ആർമിയിൽ നിന്ന് മെഡിക്കൽ കാറ്റഗറി ആയിട്ട് റിട്ടയർ ചെയ്യുന്ന സോൾജേഴ്സിന്, അത് സോൾജർ ആയാലും ശരി ഓഫീസർ ആയാലും ശരി, അവർക്ക് ഒരു ഡിസബിലിറ്റി എലിമെൻറ്റ് കിട്ടും അവരുടെ ബേസിക് പെൻഷൻ്റെ കൂടെ. അതൊരു 30% ഒക്കെയാണ് സാധാരണ. അപ്പോൾ ഒരാൾക്ക് ഒരു 10,000 രൂപ പെൻഷൻ കിട്ടുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 30% അത് 13,000 ആവും. അതിൻ്റെ മീതെ DA കിട്ടും. അതിൻ്റെ മീതെ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻകം ടാക്സ് എക്സംപ്റ്റഡ് ആയിരുന്നു ഈ വർഷത്തെ ബജറ്റ് പാസ്സാവുന്നത് വരെ. പക്ഷെ വരുന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ അതിലൊരു ചേഞ്ച് വന്നിരിക്കുകയാണ്. അതായത് ഡിസബിലിറ്റി കാരണം ഇൻവാലിഡ് ഔട്ടാവുന്ന സോൾജേഴ്സിന് ഇൻകം ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഡിസബിലിറ്റി ആയിട്ടും സർവീസിൽ കണ്ടിന്യൂ ചെയ്തിട്ട് നോർമൽ പീരീഡിൽ റിട്ടയർ ആവുന്ന ആളോ വളണ്ടിയർ ആയിട്ട് റിട്ടയർ ആവുന്ന സോൾജേഴ്സിനും ഇൻകം ടാക്സ് കൊടുക്കണം. അത് ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. സോ ഓരോരോ സ്റ്റേജിലും ഇന്ത്യൻ ആം ഫോഴ്സസിനെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതെന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കാരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 40 വർഷം ഞാൻ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിൽ സെർവ് ചെയ്തതാണ്. 40 years. I joined army 1968 and in 2008 ആണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എ വെരി വെരി ലോങ് പീരീഡ്. 1971 യുദ്ധത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനാണ്, അതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് വാജു തന്നെ ക്ഷണിച്ചു വരുത്തിയതെല്ലാം. നമ്മളെല്ലാവരും അഭിമാനിക്കേണ്ട ഒരു കാര്യമായിരുന്നു 1971 ആ യുദ്ധത്തിൽ നമ്മുടെ വിക്ടറി. പക്ഷേ ഞാൻ സമ്മപ്പ് ചെയ്യുന്നത് ഒട്ടേറെ വേദനകളോട് കൂടിയിട്ടാണ്. നമ്മളുടെ ഈ ഇൻ്റർവ്യൂ, ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാ നല്ല മനുഷ്യന്മാരും, നല്ലവരായുള്ള എല്ലാവരും ഈ കാര്യം അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രം നമ്മുടെ സോൾജേഴ്സിന് ട്രീറ്റ് ചെയ്യുന്നത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാർഗിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് സാറ് നമ്മൾ സംസാരിക്കുന്നതും അതിൻ്റെ ഒരു വിശദമായ വിവരം അന്ന് ബ്രേവ് ഇന്ത്യ ആയിട്ട് സാർ സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ 1971 അതൊരു ചെറിയ കാര്യമല്ല. ഇത്ര മണിക്കൂറുകൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്നത്തെ ഫുൾ ഡേ ഇതിനു വേണ്ടി സാർ മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ ഇന്ത്യ എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും രൂപപ്പെട്ടു വരുന്നത്, അതിന് എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു, എന്തൊക്കെ യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു, അതിനൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്, ആ തരണം ചെയ്തതിൽ ആംഡ് ഫോഴ്സിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവരും അറിയണം, എല്ലാ കാലത്തേക്കും അറിയണം, എല്ലാ കാലത്തുള്ള ആളുകളും ഇത് മനസ്സിലാക്കണമെന്നുള്ളത് കൂടി ഉദ്ദേശം വെച്ചാണ് നമ്മൾ ഇങ്ങനെയൊരു പോഡ്കാസ്റ്റിനെ പറ്റി ഉദ്ദേശിച്ചത്. എന്തായാലും സാറ് 1971 ആ ഒരു വീരഗാഥ ഇത്രയും വിശദമായി ബ്രേവ് ഇന്ത്യയോട് സംസാരിച്ചു. സാറിന് നമസ്കാരം, അഭിമാനത്തോടെ നമസ്കാരം. താങ്ക് യു അജയ്. താങ്ക് യു സോ വെരി മച്ച്. പ്ലഷർ വാസ് എൻറ്റയർലി മൈൻ. താങ്ക് യു.